കാണുന്നത് ഈ തീരുമാനത്തിന് ശേഷം ചെന്താമര പുറത്തേക്ക് വരുന്നതാണ്. ചെന്താമര എന്തുകൊണ്ടാണ് വധശിക്ഷയ്ക്ക് വിധിച്ചോളൂ എന്ന് പറഞ്ഞത്? ചെന്താമരയെ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു പോലീസ്. മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇടയിലൂടെ ഏറെ പണിപ്പെട്ടാണ് ചെന്താമരയെ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തൂക്കിക്കൊന്നോളൂ എന്ന് പറഞ്ഞത് എന്ന്. പ്രതികരിക്കുന്നില്ല. കോടതിയിലും ഭീഷണി സ്വരം തന്നെയായിരുന്നു ചെന്താമരയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തടസ്സം നിന്നാൽ ഇങ്ങനെയായിരിക്കും പ്രതികരണമെന്നാണ് ചെന്താമര പറഞ്ഞത് എന്നും അറിയുന്നു. നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. മറ്റന്നാൾ 15-ാം തീയതിയാണ് ഈ കേസിൽ എന്താണ് ശിക്ഷാവിധി എന്നത് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാവുക. ശിക്ഷ എന്ത് വേണമെന്ന കാര്യത്തിൽ വാദമുണ്ടാകും എന്നതും കൂടി അറിയുന്നു. ആ വാഹനം അവിടെ നിന്ന് പോലീസ് തള്ളി നീക്കുന്നതാണ് കാണുന്നത്. എന്താണെന്നറിയില്ല. ഇക്ബാൽ അരക്കൽ വിവരങ്ങളുമായി കോടതി പരിസരത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇക്ബാൽ, ചെന്താമരയുമായി പോലീസ് വാഹനം കോടതി പരിസരം വിട്ടുപോയിരിക്കുന്നു. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും യാതൊരു പ്രതികരണവും ചെന്താമരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? മാധു, അതായത് ഇന്ന് കോടതിയിൽ യാതൊരു രീതിയിലുള്ള കുറ്റബോധവും ചെന്താമര പ്രകടിപ്പിച്ചിരുന്നില്ല. ഇത് ഈ സുധാകരനെ കൊലപ്പെടുത്തിയ ആ സമയം മുതൽ തന്നെ ചെന്താമര ഇതേ മനോഭാവമായിരുന്നു. തൻ്റെ കുടുംബം നശിപ്പിച്ചവരോടുള്ള വൈരാഗ്യം അത് താൻ തീർത്തതാണ് എന്നുള്ള ഒരു മനോഭാവത്തിൽ തന്നെയായിരുന്നു ചെന്താമര ഉള്ളത്. അതേ മനോഭാവം ഇന്നും ചെന്താമര ഈ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും പ്രകടിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തത് എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചോളൂ എന്ന് ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ ചെന്താമര പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് തനിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ചെന്താമര നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇക്ബാൽ അരക്കലാണ് വിവരങ്ങൾ നൽകിക്കൊടുക്കുന്നത്. കെ സജീഷ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സജീഷ്, ശിക്ഷാവിധി മറ്റന്നാളാണ്. നമ്മൾ ചെന്താമരയെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നത് കണ്ടു. എന്തുകൊണ്ടാണ് തൂക്കിക്കൊന്നോളൂ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. തൂക്കിക്കൊന്നോളൂ എന്ന് പറഞ്ഞത് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മിണ്ടുന്നില്ല. പോലീസ് ഏറെ പണിപ്പെട്ടാണ് വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തത്. ഇനി മറ്റന്നാൾ എന്തു വിധി എന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത്. അതും മറ്റന്നാൾ കോടതി ഈ പ്രമാദമായ ഇരട്ട കൊലപാതക കേസിലെ ശിക്ഷ പ്രഖ്യാപിക്കും. മറ്റന്നാൾ ശിക്ഷാ പ്രഖ്യാപനം മാത്രമായിരിക്കും ഒരുപക്ഷെ കോടതിയുടെ മുന്നിലുണ്ടാകുക. ഇതിന്മേൽ വാദം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കാര്യമാണ് എന്ന് ചെന്താമരയോട് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് ഒരുപക്ഷെ കോടതി കടന്നേക്കാൻ സാധ്യതയില്ല. നേരെ തന്നെ ശിക്ഷാവിധി പ്രഖ്യാപനത്തിലേക്കായിരിക്കും കടക്കുക. മറ്റന്നാൾ രാവിലെ തന്നെ കേരളം കാത്തിരുന്ന പ്രമാദമായ കൊലപാതക കേസിലെ ശിക്ഷ കോടതി പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ചെന്താമരയെ കോടതിയിൽ നിറക്കി വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പ്രതിയായ ചെന്താമര തയ്യാറായിട്ടില്ല. കോടതിക്കുള്ളിൽ പക്ഷേ ചെന്താമര വളരെ വിചിത്രമായ രീതിയിൽ കൊലവിളി മുഴക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തനിക്ക് നേരെ ആരെങ്കിലും വന്നാൽ താൻ അവരെയും നേരിടും എന്ന രീതിയിലാണ് ചെന്താമര പറഞ്ഞത്. മാത്രമല്ല ഈ ഇരട്ട കൊലപാതകങ്ങളിൽ കൊലവിളി എന്നതാണ് ഇന്ന് നമ്മൾ കാണേണ്ടി വന്നത്. കോടതി മറ്റന്നാളാണ് വിധി പറയുക. നേരെ വിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്.